അവസാന മണിക്കൂറുകളിലും തുടർഭരണ പ്രതീക്ഷയിലാണ് LDF. ചില മേഖലകളിൽ തിരിച്ചടിയുണ്ടായാലും കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജയമുറപ്പെന്ന് മന്ത്രിമാരും നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം ടേമിലേക്കുള്ള അധികാര പ്രവേശനത്തിന്റെ പ്രഖ്യാപനമായിരിക്കും നാളെ രാവിലെ വോട്ടെണ്ണുന്നത് മുതൽ നടക്കാൻ പോകുന്നു. മികച്ച രീതിയിലുള്ള വിജയം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പ്രതികരണമാണ് വന്നത്. 82,000+ വോട്ട് വാങ്ങി LDF മികച്ച വിജയം നേടും. നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. ജയിച്ചു വരാൻ കഴിയുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാവും. 10 വർഷക്കാലമായിട്ട് നമ്മളൊരു പൊസിഷനിൽ നിൽക്കുകയാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. അത് ഡിംബെന്ന് താഴോട്ട് പോകാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുമോ? റഹീസ് റഷീദുണ്ട് വിവരങ്ങളുമായി. റഹീസ്, എല്ലാവർക്കും ഏറ്റവും ഉയർന്ന ആത്മവിശ്വാസ പ്രകടനമാണ്. മധു, കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് നാളെ നടന്നു കയറാൻ പറ്റും എന്നാണ് LDFും CPIMും കരുതുന്നത്. തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് കയറാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നേതാക്കളെല്ലാം വോട്ടെണ്ണുന്നതിന്റെ തൊട്ടു തലേ ദിവസവും പ്രഖ്യാപിക്കുന്നുണ്ട്. കുറഞ്ഞത് 72 സീറ്റാണ് LDFിന്റെയും CPIMന്റെയും മനസ്സിലുള്ള കണക്ക്. കൂടിയാൽ അത് 78 എന്നതിലേക്ക് എത്തും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 56 സീറ്റിൽ ഉറപ്പായും വിജയിക്കാൻ കഴിയും എന്ന് CPM കരുതുന്നുണ്ട്. 14 സീറ്റിൽ CPI വിജയിക്കാൻ സാധിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ 29 സീറ്റുകളാണ് ബാക്കിയുള്ളത്. അവിടെ ഒരു 5-6 സീറ്റുകളിൽ ഘടകകക്ഷികൾ വിജയിക്കും എന്ന കണക്കുകൂട്ടലാണ് അവരുള്ളത്. ഭരണ തുടർച്ച എന്നത് ആത്മവിശ്വാസം കുറയ്ക്കാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ചാണക്യ അടക്കമുള്ള സർവേകളും വരുന്നത് വലിയ നെക്ക് ഫൈറ്റ് നടന്ന സ്ഥലങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയിലാണ് 72-78 എന്ന കാൽക്കുലേഷനിലുള്ളത്. നാളെ വോട്ടെണ്ണുന്നു. 6-ാം തീയതി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. ആ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അതിലുള്ള ധാരണയുണ്ടാകും എന്ന ആത്മവിശ്വാസം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടിപ്പിച്ചു. ഇടത് ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ